മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സൂറത്തുൽ മുൽക്കിന്റെ അവസാന ഭാഗത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വക്തൽ ഖബൂൽ ചെയ്യുമാറാകട്ടെ. എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബ് നമുക്ക് അഫ്വ് ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ആയത്ത് നാം പറഞ്ഞു, കാഫിരീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മുഅ്മിനീങ്ങളെയും കാണുമ്പോഴത്തേക്ക് ചൊല്ലത് തുടങ്ങിയാറ്, എപ്പോ ഖിയാമത്ത് നാള്, നീ ചൊല്ലല്ലേ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും, അള്ളാഹുവിലേക്ക് യാത്രയാക്കപ്പെടും, ആ ഖിയാമത്ത് നാൾ എപ്പോ? അങ്ങ് തിരിയുക വേണ്ടി കേട്ടോ അല്ല, അതൊന്നും തിരിയുക എപ്പോ അല്ല, പരിഹസിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബാക്കളെയും പരിഹസിച്ചുകൊണ്ട് അഹങ്കാരത്തോട്ടം കേട്ടാറ്, വയഖൂലൂന മത്താ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഈ വഅദ ചെയ്യപ്പെട്ട ഈ ഖിയാമത്ത് നാൾ എപ്പോഴാണ് എന്ന് അവർ ചോദിക്കാൻ, പരിഹസിച്ചുകൊണ്ട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അല്ലാഹു എന്ന് അവർ കൊടുത്തു, ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇന്നമൽ ഇൽമു ഇൻദല്ലാഹി വ ഇന്നമാ അന നദീറും മുബീൻ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന അടയാളങ്ങളും അതിനെക്കുറിച്ച് പറയാൻ താക്കീത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വന്നുള്ളൂ. അതിനെക്കുറിച്ച് എപ്പോഴും ചെന്നൊരു ഇൽമുള്ളൂ, അത് അള്ളാഹുവിനെ മുട്ടായിട്ടിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്നു അല്ലെ. ഖുൽ, നബിയെ തങ്ങൾ ചൊന്നു കൊടുക്കൂ, ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്, ഖിയാമത്ത് നാൾ എപ്പോൾ സംഭവിക്കും, അത് എപ്പോഴാണ്, ആ അറിവ് എന്റെ അടുത്തില്ല, ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കലാണ്. പിന്നെയോ ഇന്നമാ അന നദീറും മുബീൻ, ഞാൻ നിങ്ങളെ താക്കീത് ചെയ്യാൻ വേണ്ടി. ആ ഒരു ഖിയാമത്ത് നാൾ സംഭവിക്കും. മരിച്ചതിന് ശേഷം രണ്ടാമത്തെ ജീവിതമുണ്ട്, അവിടെ ഞങ്ങൾക്ക് സ്വർഗവും നരകവും ഉണ്ട്. നിങ്ങൾ അള്ളാഹുവിലേക്ക് വിശ്വസിക്കണം, റബ്ബിനെ വിശ്വസിക്കണം, പടച്ച റബ്ബിന് ദീനിനെ കൊണ്ട് വിശ്വസിക്കണം. ഈ താക്കീത് ചെയ്യാൻ മാത്രമാണ് ഞാൻ വന്നത്. പക്ഷേ ഖിയാമത്ത് നാൾ എപ്പോഴെന്നുള്ള അറിവ് അത് പടച്ച റബ്ബിനിക്കാണ്. അപ്പോ ഇവരെ പരിഹാസത്തിനിക്ക്, ഇവരെ അഹങ്കാരത്തിനിക്ക് അല്ലാഹു തആല മറുപടി കൊടുക്കുകയാണ്. ഫലമ്മാ റഅൗഹു സുൽഫതൻ സീഅത് wujuhul kafaru wa qila hadha alladhi kuntum bihi tad'un qul ara'aytum in ahlakani Allahu wa man ma'iya aw rahimana faman yujirul kafirina min adhabin alim qul huwa ar-rahmanu amanna bih wa alayhi tawakkalna fasata'lamuna man huwa fi dhalalin mubin qul ara'aytum in asbaha ma'ukum ghawran faman ya'tikum bima'in ma'in. അല്ലാഹു തആല ഈ പരിഹസിച്ചവരോട് തിരിച്ചല്ലാഹു തആല മറുപടി കൊടുക്കുകയാണ്. ഫലമ്മാ റഅൗഹു സുൽഫതൻ സീഅത് wujuhul ladhina കഫറൂ, നാളെ ഖിയാമത്ത് നാള് അവരെ കൺമുമ്പിൽ സംഭവിക്കുന്നവർ കണ്ടപ്പോൾ, ഫലമ്മാ റഅൗഹു സുൽഫതൻ, അത് അടുത്തതായിട്ട് ആ ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന ആ സംഭവം അവർ കാണുമ്പോൾ, അവർ കണ്ടപ്പോൾ അവർ കാണുമ്പോൾ, സീഅത് wujuhul ladhina കഫറൂ, സത്യനിഷേധികളാകുന്നവരെ മുഖം കറുത്തു പോകും. അന്നവർ മുഖം താഴ്ത്തിടേണ്ടി വരും. അവരുടെ മുഖം എന്താ, കറുത്തു പോകും. വഖീല, അവരോട് പറയപ്പെടും, ഹാദല്ലദീ കുൻതും ബിഹി തദ്ദഊൻ, നിങ്ങളല്ലേ ദുനിയാവിൽ എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്, ആ വഅദ ചെയ്യപ്പെട്ട ഖിയാമത്ത് നാൾ എപ്പോഴാണ് നിങ്ങൾ കേട്ടിരുന്നില്ലേ, അതാ ആ ഖിയാമത്ത് നാളാണ് ഇത്. പടച്ച റബ്ബ് അവരെ പരിഹസിച്ചുകൊണ്ട്, പടച്ച റബ്ബ് അവർക്കുള്ള ശിക്ഷയെ ഒന്നും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് റബ്ബ് അവരോട് പറയും, വഖീല ഹാദല്ലദീ കുൻതും ബിഹി തദ്ദഊൻ ഐ തത്ലുബൂനഹു ഫിദ്ദുനിയാ വതസ്തഅജിലൂനഹു ഇൻകാറൻ, നിങ്ങൾ പരിഹസിച്ചുകൊണ്ട്,
നിങ്ങൾ അഹങ്കാരത്തോടു കൂടി എപ്പോഴെപ്പാ എന്ന് മുത്തുനബിയെ കാണുമ്പോൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് മുഅ്മിനീങ്ങളെ കാണുമ്പോൾ കേട്ടിരുന്നില്ലേ? ആ ഖിയാമത്ത് നാള് അതാ ആദല്ലദീ കുൻതും ബിഹി തദ്ദഊൻ, അതാ ഇന്ന് കണ്ടോളീമെന്ന് ഖിയാമത്ത് നാൾ അല്ലാഹു തആല അവരോട് പറയും. ഒരു തഫ്സീർ അങ്ങനെയാണ്. അതല്ലെങ്കിൽ അഹങ്കാരത്തോടു കൂടി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരുടെ ഉമ്മത്തികൾക്ക്, ആ ധിക്കാരികളായ ആദ് സമൂഹത്തിനും അതേപോലെ ആദ് ഗോത്രത്തിനും സമൂഹ വിഭാഗത്തിനും വന്ന ശിക്ഷ നിങ്ങൾക്കും വരും. ആ വരുമ്പോൾ നിങ്ങൾക്കുള്ള മുഖം കറുത്തു പോകും. അതെല്ലാം ഞാൻ പറഞ്ഞത്. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനിക്ക്, ആ സ്വാലിഹ് ഇസ്ലാമിന്റെ ഉമ്മത്തികള് ആ ഒട്ടകത്തെ അറുത്തപ്പോൾ അള്ളാഹു അവർക്ക് ശിക്ഷ കൊടുത്തു. അവരെ മുഖം എന്തായി? മഞ്ഞയായി. അവരുടെ മുഖം ചുവപ്പായി. അവരുടെ മുഖം കറുപ്പടിച്ചു. പിന്നെ അള്ളാഹുവിന്റെ ശിക്ഷ അവരെല്ലാം ഹലാക്കായി പോയി. ഒരുപക്ഷെ ദുനിയാവിലാണെങ്കിൽ അങ്ങനെ ആ ശിക്ഷ കാണുമ്പോൾ നിങ്ങൾക്കുള്ള മുഖം കറുത്തു പോകും. ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ ആഖിറത്തിന്റെ ആ വഅദ ചെയ്യപ്പെട്ട ഖിയാമത്ത് നാൾ എപ്പോഴാണ്? അതിനേക്ക് അല്ലാഹു തആല മറുപടി കൊടുത്തത്, വഖീല ഹാദല്ലദീ കുൻതും ബിഹി തദ്ദഊൻ, നിങ്ങളല്ലേ വഅദ ചെയ്യപ്പെട്ട ആ ഖിയാമത്ത് നാൾ എപ്പോ സംഭവിക്കും ചോദിച്ചത്, അതാ നിങ്ങളെ കൺമുമ്പിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവരുടെ മുഖമെല്ലാം കറുത്തു പോകും. അവർക്ക് എന്ത് ചെയ്യണം, എന്ത് വേണമെന്ന് അവർ എന്താ പേടിച്ചു പോകും. ആ സമയത്ത് അവരെ മുഖം കറുത്തു പോകുമെന്ന് ഖുർആൻ പറയുന്നു. പിന്നീട് ഇസ്ലാം പുരോഗമിച്ചു, ഇസ്ലാം പന്തലിച്ചു, എല്ലാ നാട്ടിലും ഇസ്ലാം പരന്നു കൊണ്ടുവന്നു. അപ്പോൾ അവർക്ക് നിർവാഹമില്ല, എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്യണം? അവസാനം അവർ ദാറുൻ നദ്വയിൽ തീരുമാനിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലണം. റസൂലുള്ളാഹിനെ കൊല്ലാണ്ട് ഇനി ഒരു മാർഗവുമില്ല. പടച്ച റബ്ബ് ആ തീരുമാനം എടുക്കുമ്പോൾ അല്ലാഹു തആല എന്താക്കുന്നു? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്നു. അതിൽ അവർ പറഞ്ഞത്, ജോറുമുണ്ടണ്ട, മുഹമ്മദ് നബി അള്ളാഹ്ക്ക് അറിഞ്ഞു പോകും. മുന്നേ കഴിഞ്ഞു പോയി ആയത്, അതിന് വിശദീകരണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് മറുപടി രണ്ടാമത് പറയുന്നു, ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, അറഅയ്തും ഇൻ അഹ്ലകനി അല്ലാഹു വമൻ മഅയ ഔ റഹിമനാ ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം. നിങ്ങൾ ഒരുപക്ഷെ മുഹമ്മദ് നബിയെ കൊല്ലാൻ തീരുമാനിച്ചെങ്കിലും, അല്ലെങ്കിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെയുള്ള ആ മുഅ്മിനീങ്ങളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചെങ്കിലും, അതിനേക്ക് മറുപടിയായിട്ട് പറയുന്നത്, ഇൻ അഹ്ലകനി അല്ലാഹു, ഖുൽ നബിയെ തങ്ങൾ പറയുക, അറഅയ്തും, നിങ്ങൾ പറഞ്ഞു തരൂ ശത്രുക്കളെ, നിങ്ങൾ അറിയിച്ചു തരൂ ശത്രുക്കളെ, ഇൻ അഹ്ലകനി അല്ലാഹു, പടച്ച റബ്ബ് ഞങ്ങളെ ഹലാക്കാക്കുകയാണെങ്കിൽ, ഹലാക്കാക്കുകയില്ല, ഒരു വേള അല്ലാഹു ഞങ്ങളെ നശിപ്പിക്കുകയാണെങ്കിൽ, വമൻ മഅയ, എന്നെ കൂടെയുള്ള ഈ മുഅ്മിനീങ്ങളായ സ്വഹാബാക്കളെ അവിടുന്ന് നശിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഔ റഹിമനാ, ഞങ്ങൾക്ക് അല്ലാഹു തആല കാരുണ്യം ചെയ്യുകയാണെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ കൊല്ലാൻ തീരുമാനിച്ചതുപോലെ പടച്ച റബ്ബ് എന്നെയും എന്റെ കൂടെയുള്ള ആളുകളെ മരിപ്പിക്കാൻ, നശിപ്പിക്കാൻ ഉദ്ദേശിച്ചെങ്കിലും, അല്ലെങ്കിൽ ഔ റഹിമന, നിങ്ങൾ തീരുമാനിച്ചതുപോലെയല്ല, പടച്ച റബ്ബ് ഞങ്ങൾക്ക് നല്ല ആയുസ്സിട്ട് തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നഷ്ടമുള്ളത്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നഷ്ടം സംഭവിക്കും? ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം. ഈ വേദന നമ്പലമായ ഈ അദാബ് കാഫിരീങ്ങൾക്ക് വരുമ്പോൾ അവരെ ആരാണ് രക്ഷപ്പെടുത്തുന്നത്? ഒരുപക്ഷെ പടച്ച റബ്ബ് ഞങ്ങളെ ദോഷ കാരണം കൊണ്ട് ഞങ്ങളെ ഹലാക്കാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പടച്ച റബ്ബ് ഞങ്ങൾ മുഅ്മിനായ കാരണം കൊണ്ട് ഞങ്ങളെ ദോഷത്തിന് പുറത്തു തന്ന് ഞങ്ങൾക്ക് റഹ്മ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നഷ്ടമുള്ളത്? എന്താണ് ലാഭമുള്ളത്? ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം. കാഫിരീങ്ങളെ അല്ലാഹു കൊടുത്ത ആ നമ്പരമാക്കപ്പെട്ട ശിക്ഷമിട്ട് ആരാണ് രക്ഷപ്പെടുത്താനുള്ളത്? അല്ലാഹു രക്ഷപ്പെടുത്തണമെങ്കിൽ
അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം. നിങ്ങൾ ആരാണ് രക്ഷപ്പെടുത്താനുള്ളത്? നബിയെ തങ്ങൾ ചോദിക്കുക. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഇത്ര അഹങ്കരിച്ചിട്ടും നിങ്ങൾ ഇത്ര ധിക്കാരം ഇവിടെ നടത്തിയിട്ടും പടച്ച റബ്ബിനെ വിശ്വസിക്കാതെ നിങ്ങൾ ഇത്ര കാലം അള്ളാഹ് ബാക്കിയാക്കില്ലേ? ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ അള്ളാഹു വിശ്വസിക്കാതെ നിങ്ങൾക്ക് അള്ളാഹു സമ്പത്ത് തരുന്നു, നിങ്ങൾക്ക് അള്ളാഹു നിഅമത്ത് തരുന്നു, നിങ്ങൾക്ക് നല്ല നല്ല ബാണി അള്ളാഹു തരുന്നു, നല്ല നല്ല ബിൽഡിംഗ് അള്ളാഹു തരുന്നു. എന്തേക്കാണെന്നറിയുമോ? റഹ്മാൻ, അള്ളാഹുവിനിക്ക് റഹ്മാനാകുന്ന സിഫത്ത് ഉള്ളത് കൊണ്ട്. റഹ്മാൻ അർത്ഥമെന്ത്? ചമ്മപദങ്ങൾ പഠിച്ചതല്ലേ? അർ റഹ്മാൻ, ദുനിയാവിൽ ഒഴിപ്പെട്ട ആൾക്കും ദുനിയാവിൽ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്ത കാഫിരീങ്ങൾക്കും റഹ്മ ചെയ്യുന്നവരാണ്. അതാണ് ഇത്രയും കാലം അള്ളാഹു നിങ്ങളെ ബാക്കിയാക്കിയത്. അതാണ് നിങ്ങൾക്ക് അള്ളാഹു സമ്പത്ത് തന്നത്. അർ റഹ്മാൻ, അള്ളാഹുവിനിക്ക് റഹ്മാൻ എന്ന സിഫത്തുണ്ട്. ആ സിഫത്തുള്ളത് കൊണ്ട് ദുനിയാവിൽ അള്ളാഹു എല്ലാവർക്കും നിഅമത്ത് നൽകുന്നു. ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഹുവർ റഹ്മാൻ, പടച്ച റബ്ബ് റഹ്മാനാണ്. ആമന്നാ ബിഹി, ആ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. ആ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. വ അലൈഹി തവക്കൽനാ, ഞങ്ങൾ എല്ലാ കാര്യവും ആ റബ്ബിനെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഏത് പ്രശ്നം വരുമ്പോൾ, ഏത് പ്രയാസം വരുമ്പോഴും, ഏത് സന്തോഷം വരുമ്പോൾ ഞങ്ങൾ പറയും തവക്കൽതു അലല്ലാഹ്. അല്ലെ, മുഅ്മിനിന്റെ അവസാനത്തിന്റെ എല്ലാം റബ്ബ് കണ്ടതുപോലെ ഇരിക്കട്ടെ, ഞാൻ എല്ലാം റബ്ബിലേക്ക് ഏൽപ്പിച്ചു. അത് ഈമാനുള്ളവന്റെ വിശ്വാസമാണ്. അതാണ് ഖുർആൻ പറയുന്നത്. ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, റഹ്മാൻ, അല്ലാഹു റഹ്മാനാണ്. തവക്കൽനാ അലൈഹി വ അലൈഹി തവക്കൽനാ, അവനിലേക്ക് ഞങ്ങൾ എല്ലാ കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ഫസതഅലമൂന മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ, ഓ ശത്രുക്കളെ, നിങ്ങൾ അറിയുന്ന ഒരു സമയമുണ്ട് ആരാണ് ളലാലിയത്തിൽ, ആരാണ് ഹിദായത്തിൽ. ഫസതഅലമൂന, നിങ്ങൾ അറിയും, മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ, ഞങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളാ ളലാലിയത്തിൽ അല്ല നിങ്ങളാ പിഴച്ചവർ എന്ന് അറിയുന്ന ഒരു സമയം വരും. ശരീരത്തിൽ എന്നുണ്ട് തീർക്കാം. ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, അറഅയ്തും, നിങ്ങൾ പറഞ്ഞു തരൂ ശത്രുക്കളെ, ഇൻ അസ്ബഹ മാഉകും ഗൗറാ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഇത് വറ്റിപ്പോയാൽ, ഇത് ഭൂമിയിലേക്ക് താണുപോയാൽ, നിങ്ങൾ കുടിക്കാനും കുളിക്കാനും നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമുള്ള ഈ വെള്ളം ഒന്ന് വറ്റിപ്പോയാൽ, അത് ഒന്ന് ഭൂമിയിലേക്ക് താണുപോയാൽ, ഈ ശുദ്ധമായ വെള്ളം നിങ്ങൾക്കാരാണ് കൊണ്ടുവരുന്നത്? പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾക്കുള്ള ഈ വെള്ളം, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, ഈ കാണുന്ന പുഴയിലും കടലിലും കിണറ്റിലുമുള്ള ഈ വെള്ളങ്ങൾ ഒന്ന് വറ്റിപ്പോയാൽ, അത് ഭൂമിയിലേക്ക് താണുപോയാൽ, ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, ഈ ശുദ്ധമായ വെള്ളം പിന്നെ നിങ്ങൾക്ക് ആരാണ് കൊണ്ടുതരുന്നത്? അല്ലാഹുവേ, ഞങ്ങളൊക്കെ നീ കബൂലാക്കണം റഹ്മാനെ. പരിശുദ്ധമായ റമളാൻ 1 മുതൽ തുടങ്ങി അല്ലാഹുവേ ചെറിയ ഒരു നിരക്ക് പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് ഞങ്ങൾ ഓതിയിട്ടുണ്ട്, അത് മനസ്സിലാക്കിയിട്ടുണ്ട്. റഹ്മാനെ നീ കബൂലാക്കണം റഹ്മാനെ. ആഖിറത്തിലെത്തുമ്പോൾ ഉപകരിക്കുന്ന സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് സൂറത്തുൽ മുൽക്കിനോട് കൂടി അവസാനിച്ചു. നാളെ നമുക്ക് ഒരു ഫാത്തിഹ ഓതി നമുക്ക് ദുആ ചെയ്ത് സമാപിക്കാം. റഹ്മാനുർ റഹീമായ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ മാസം അല്ലാഹു നമ്മൾ കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു തആല ഖുർആൻ ശരീഫിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹു ക്യാൻസർ ബാധിച്ച് ഹോസ്പിറ്റലിലും അതേപോലെ വീട്ടിലും കഴിയുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹ് ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരുണ്ട്. അല്ലാഹുവൊക്കെ നീ ആജിലായ ശിഫ കൊടുക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാ ഉസ്താദ് അല്ലാഹുവേ ഹോസ്പിറ്റലിലാണ് റഹ്മാനെ, മുമ്പത്തിനേക്കാളും ഇത്ര റാഹത്തിലാണ്. ഇനിയും പൂർണ്ണമായ ശിഫ ഉസ്താദിനെ കൊടുത്ത് അനുഗ്രഹിക്കണം അല്ലാഹ്.
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.